നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. അല്പസമയം മുമ്പാണ് ലളിതമായ ചടങ്ങിൽ, ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ചടങ്ങിൽ ആർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഏതാണ്ട് 20ഓളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി അസാധുവാക്കിയത്. ദൈവങ്ങളുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അതോടൊപ്പം രക്തസാക്ഷികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഈ 20 കൗൺസിലർമാരിൽ 19 പേരും മണിക്കൂറുകൾക്കകം തന്നെ ഹൈക്കോടതിയുടെ ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്തിരുന്നു. പിന്നീട് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം കാപ്പ കേസിൽപ്പെട്ട് സുഗതൻ ജയിലിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗതൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായി വഴിയൊരുക്കണം, ഇടക്കാല ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ നെടുമങ്ങാട് കോടതിയെ സമീപിച്ചിരുന്നു. നെടുമങ്ങാട് കോടതി 13-ന് വൈകുന്നേരം 5 മണി മുതൽ 14-ന് രാത്രി 9 മണി വരെ സുഗതന് ജാമ്യവും അനുവദിച്ചതായിരുന്നു. എന്നാൽ കാപ്പ കേസ് പ്രതിയായതിനാൽ സുഗതന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അതിന് ഹൈക്കോടതിയുടെ അനുമതി വേണമായിരുന്നു. തുടർന്ന് നഗരസഭ ഹൈക്കോടതിയെ സമീപിച്ചു. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യ വിധി. അതുകൊണ്ട് തന്നെ സുഗതൻ ഒരു ജനപ്രതിനിധിയാണെന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ വിധി പ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി വേണമെന്നുമായിരുന്നു നഗരസഭയുടെ ആവശ്യം. എന്നാൽ അതിന് ജാമ്യം നൽകേണ്ടതുണ്ടോ എന്നും ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്നുമാണ് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞത്. സർക്കാർ അത് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യ പ്രതിസന്ധി ഒഴിവായി. സത്യത്തിൽ 51 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ 51 അംഗങ്ങളുടെ പിന്തുണയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുഗതനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞ റദ്ദാവുകയും കോടതി ഉത്തരവ് അനുസരിച്ച് ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ വന്നാൽ അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഭരണസമിതി സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് തന്നെ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ചും BJP കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച BJPക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ആദ്യ നാളുകളിൽ തന്നെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സുഗതന്റെ സത്യപ്രതിജ്ഞ മുടങ്ങാതെ നടക്കാനായി BJP എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ വിജയമാണ് സുഗതന്റെ ജയിലിലെ ഈ സത്യപ്രതിജ്ഞ. എഴുതി തയ്യാറാക്കിയ സത്യപ്രതിജ്ഞയിൽ ഒരു വാക്ക് പോലും കൂടുതൽ ഉച്ചരിക്കാതെ ഈശ്വരനാമത്തിലായിരുന്നു ജയിലിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ. ഇന്ന് രാവിലെ കൃത്യം 11 മണിയോടുകൂടി സുഗതനെ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ ഓഫീസിനോട് ചേർന്നുള്ള ലൈബ്രറി ഹാളിൽ എത്തിച്ചു. വളരെയധികം ഉന്മേഷവാനായി ജയിൽ ജീവനക്കാർക്കൊപ്പം എത്തിയ സുഗതൻ കൃത്യസമയത്ത് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതന്റെ സത്യപ്രതിജ്ഞ ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്നും മേയർ VV രാജേഷും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ നിയമവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനും മേയറും അതോടൊപ്പം തന്നെ ജയിൽ സൂപ്രണ്ടും സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ജയിലിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അല്പസമയം മുമ്പ് നടന്നത്. അതോടുകൂടി BJP അവരുടെ ആദ്യ കടമ്പ കടന്നു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതന് അയോഗ്യത വരില്ലേ? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. സുഗതന് അയോഗ്യത വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം നഷ്ടമാകും എന്നൊക്കെ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് വസ്തുത എന്ന് പരിശോധിച്ചാൽ ഈ പറയുന്ന വാർത്തകളൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഈ കാര്യത്തിൽ സുഗതന് 2 വഴികളുണ്ട്. സുഗതനെ അയോഗ്യതയിൽ നിന്നും രക്ഷിക്കാൻ BJPക്ക് മുന്നിൽ 2 വഴികളുണ്ട്. അതിലൊന്ന്, 3 കൗൺസിൽ യോഗങ്ങളിൽ മുൻകൂട്ടി അറിയിക്കാതെ ഹാജരാകാതിരുന്നാൽ മാത്രമേ സുഗതന് അയോഗ്യത വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ കൗൺസിലർ അപ്രത്യക്ഷനാകണം, അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് ആകണം. പക്ഷെ അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഒരു അയോഗ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അയോഗ്യത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ശുപാർശ ചെയ്തുകൊണ്ടല്ല അയോഗ്യതയിലേക്ക് വരുന്നത്. 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ
ഓട്ടോമാറ്റിക്കായി ഈ കൗൺസിൽ അംഗം അയോഗ്യനാക്കപ്പെടുകയും കോർപ്പറേഷൻ സെക്രട്ടറി ഈ അയോഗ്യനായി എന്ന വിവരം കൗൺസിലിനെ അറിയിക്കുകയുമാണ് ചെയ്യാറ്. പക്ഷേ സുഗതൻ തീർച്ചയായും മുൻകൂട്ടി അറിയിക്കാതെയായിരിക്കണം കൗൺസിലിൽ നിന്നും അപ്രത്യക്ഷനാകേണ്ടത് അല്ലെങ്കിൽ ഹാജരാകാതിരിക്കേണ്ടത്. സുഗതന് തീർച്ചയായും ജയിലിൽ കിടന്നുകൊണ്ട് ലീവ് ആപ്ലിക്കേഷൻ നൽകാൻ കഴിയുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെ തീർച്ചയായും ഈ പറയുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കാപ്പ കേസിൽപ്പെട്ട് ജയിലിലായതിനാൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന കാര്യം കോർപ്പറേഷൻ സെക്രട്ടറിയെ രേഖാമൂലം സുഗതൻ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അയോഗ്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ലീവ് ആപ്ലിക്കേഷൻ നൽകാൻ കഴിയില്ല എന്ന് തന്നെ വിചാരിക്കുക. തീർച്ചയായും സുഗതൻ സ്വയം അയോഗ്യനാക്കപ്പെടും. മാത്രമല്ല കോർപ്പറേഷൻ സെക്രട്ടറി കൗൺസിലിനെ അറിയിക്കുകയും ചെയ്യും. പിന്നീട് സുഗതൻ പുറത്തിറങ്ങിയതിന് ശേഷം പ്രത്യേക അപേക്ഷ നൽകിയാൽ സുഗതൻ്റെ ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രാവശ്യത്തേക്ക് ഒരിക്കൽ കൂടി സുഗതന് ഈ പറയുന്ന കൗൺസിൽ അംഗത്വം തിരികെ നൽകാനും കൗൺസിലിന്, അതായത് കോർപ്പറേഷൻ കൗൺസിലിന് അധികാരമുണ്ട് എന്നുള്ള രണ്ടാമത്തെ കാര്യം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് 2 ഓപ്ഷനുകൾ തീർച്ചയായും സുഗതൻ്റെ മുന്നിലുണ്ട്. ഇത് രണ്ടും സുഗതന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ലീവ് ആപ്ലിക്കേഷൻ കൃത്യമായി നൽകുക വഴി അയോഗ്യത ഒഴിവാക്കാൻ കഴിയും. ഇനി അയോഗ്യത വന്നാൽ തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പ്രത്യേക അപേക്ഷ നൽകി, ഇനി അയോഗ്യത വന്നാൽ തന്നെ പ്രത്യേക അപേക്ഷ നൽകിക്കൊണ്ട് സുഗതന് ഈ അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകാൻ, പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകാൻ കോർപ്പറേഷൻ കൗൺസിലിന് സാധിക്കും എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ അയോഗ്യതാ വിഷയത്തിൽ BJP ഒട്ടും ഭയക്കുന്നില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞ നിർണായകമായിരുന്നു. നിശ്ചിത ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും അയോഗ്യതയിലേക്ക് പോകും. പിന്നീട് കാര്യങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ 24 എന്ന ഒരു തീയതി സുഗതനെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായിരുന്നു. അതാണ് യഥാർത്ഥ വസ്തുത. അല്ലാതെ വരുന്ന കോർപ്പറേഷൻ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെട്ടേക്കാം എന്ന് മാത്രമേ ഉള്ളൂ നിയമം അനുസരിച്ച്. പക്ഷേ നിർബന്ധമായും അയോഗ്യനാക്കപ്പെടണമെന്നില്ല. പക്ഷേ സത്യപ്രതിജ്ഞ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ സത്യപ്രതിജ്ഞ ഈ ജൂലൈ 24 മുമ്പ് നടക്കണമെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം. ഇനി BJPക്ക് കടമ്പകളില്ല എന്ന് തന്നെ കൃത്യമായി പറയാം. പക്ഷേ ഒരു കടമ്പയുള്ളത്, സുഗതൻ്റെ പേരിൽ ഏതാണ്ട് 10-12ഓളം കേസുകളുണ്ട്. ആ കേസുകളിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായും സുഗതൻ്റെ അയോഗ്യത വീണ്ടും ചർച്ചയായി വരും എന്നതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമാണ് ഇനിയിപ്പോൾ BJPക്ക് കടമ്പയായിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി രക്ഷപ്പെടുകയാണ്. തീർച്ചയായും അവിടെ BJPക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ജാമ്യം ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ, അതായത് തൻ്റെ പേരിലുള്ള കേസുകൾ, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ രാഷ്ട്രീയ വിരോധം, അതോടൊപ്പം തന്നെ ഈ വട്ടിയൂർക്കാവ് SHOയുടെ കുടിപ്പക, ഇതെല്ലാമാണ് ഈ കാപ്പ ചുമത്തലിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഇനിയും സുഗതൻ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമെന്നുറപ്പാണ്. നേരത്തെ കാപ്പ ഉപദേശക സമിതി, കാപ്പ ബോർഡിനെ ഈ സുഗതൻ സമീപിച്ചിരുന്നു. എന്നാൽ പ്രതികൂലമായിരുന്നു വിധി. കരുതൽ തടങ്കൽ 6 മാസത്തേക്ക് അനുഭവിച്ചേ മതിയാകൂ എന്നാണ് കാപ്പ ഉപദേശക സമിതി വിധിച്ചത്. അതിന് തീർച്ചയായും ഇളവ് ലഭിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ ജാമ്യം ലഭിക്കണം. ആ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സുഗതൻ തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചന. നെടുമങ്ങാട് കോടതിയിൽ നേരത്തെ ഇടക്കാല ജാമ്യമായിരുന്നു നഗരസഭ അപേക്ഷിച്ചത്. നെടുമങ്ങാട് കോടതിയിൽ ജാമ്യാപേക്ഷ സുഗതനും നൽകിയിരുന്നു. എന്നാൽ ആ ജാമ്യം നിഷേധിക്കപ്പെട്ടു. നെടുമങ്ങാട് കോടതിക്ക് ഈ കാപ്പ കേസിൽപ്പെട്ട പ്രതിക്ക് ജാമ്യം നൽകാനുള്ള അധികാരപരിധിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെടുമങ്ങാട് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. തീർച്ചയായും ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാനും ജാമ്യാപേക്ഷ പരിഗണിക്കാനും, ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന കാര്യം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം നൽകാനുമുള്ള സാധ്യതയുമുണ്ട്. ഇല്ലെങ്കിൽ 6 മാസം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതന്.